പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളുടെ ഒഴുക്ക് തടയുക എന്നതാണ്. പാകിസ്ഥാന് ഇന്ത്യയിൽ നിന്ന് ഉള്ള ജലം, ഇന്ത്യയിൽ നിന്നുള്ള നദികളുടെ ജലം പൂർണ്ണമായും തടയുവാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജേലം നദിയുടെ തീരത്താണ്. ജേലം നദി പാകിസ്ഥാനിലേക്ക് കടക്കുന്നതിന് ഏതാണ്ട് 20 കിലോമീറ്റർ മുമ്പുള്ള പ്രദേശത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. 20-25 കിലോമീറ്റർ മുമ്പുള്ള പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ജലത്തിൻ്റെ ഒഴുക്ക് വളരെയധികം കുറഞ്ഞാണ് ഉള്ളത്. കാരണം സാധാരണഗതിയിൽ ഈ വലിയ കുത്തൊഴുക്കിലാണ് ജേലം നദിയിലെ ജലം ഒഴുകുന്നത്. പക്ഷേ ഇപ്പോൾ ജലത്തിൻ്റെ ഒഴുക്ക് കാര്യമായ തോതിൽ കുറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിൻ്റെ അളവ് കാര്യമായ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. കാരണം ഈ പാകിസ്ഥാനിലെ കാർഷിക ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ കുടിവെള്ള ആവശ്യങ്ങൾക്കുമൊക്കെ ഈ ജേലം നദിയുടെ വെള്ളം കാര്യമായി തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ എടുത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം പോലും നൽകേണ്ടതില്ല എന്നതാണ്. അതിനുവേണ്ടി ഹ്രസ്വകാല പദ്ധതികളും ദീർഘകാല പദ്ധതികളും ആസൂത്രണം ചെയ്യുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അതിന് പല പദ്ധതികൾ, അതായത് ആദ്യം ഇവിടെ നിന്ന് ഉള്ള ഈ ജലത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കുക, അതിനു പുറമെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കശ്മീരിൽ ഈ ജേലം നദിയിലെ വെള്ളത്തിൻ്റെ മറ്റും ഉപയോഗം കൂട്ടുക എന്നതാണ്. കാരണം നമുക്ക് കാണാം ഈ ജേലം നദി ഇതുവഴി ഈ കശ്മീരിൽ ഒഴുകുന്ന പ്രദേശത്തു നിന്നും കാർഷിക ആവശ്യങ്ങൾക്ക് ഈ വെള്ളം അധികമായി തന്നെ ഉപയോഗിച്ചൊന്നും കാണാനില്ല. കാരണം ഈ കാർഷിക ആവശ്യങ്ങൾക്ക് സാധാരണഗതിയിൽ ഈ വെള്ളം ഉപയോഗിക്കുന്നത് പാകിസ്ഥാനിലായിരുന്നു. പക്ഷേ ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന ദീർഘകാല പദ്ധതികളിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കൂടുതലായി ഇന്ത്യയിൽ ഉപയോഗിക്കുക, ഇന്ത്യയിലെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നതാണ്. അതായത് കശ്മീരിൽ കൂടുതൽ ഈ കാർഷിക മേഖല കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തുക, അതിനുവേണ്ടി ഈ ജലം ഉപയോഗിക്കുക എന്ന ഒരു പദ്ധതിയാണ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ചാണെങ്കിൽ വരും നാളുകളിൽ ഒരു തുള്ളി വെള്ളം പോലും ജേലം നദിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ കശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബാരാമുള്ളയ്ക്ക് സമീപത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് വിഷ്ണുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.